വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് വിക്ടോറിയൻ പീരീഡിലെ ലിറ്റററി ഓവർവ്യൂ ഓഫ് ദ വിക്ടോറിയൻ ഏജ്, കണ്ടിന്യൂറ്റീസ് ആൻഡ് ഇൻഫ്ലുവൻസസ്. ഈ രണ്ട് ടോപ്പിക്സാണ്. അപ്പോൾ ഈ ഒരു രണ്ട് ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വിക്ടോറിയൻ ഇറ എന്നുള്ളത് മാർക്ക്ഡ് ബൈ ക്യൂൻ വിക്ടോറിയാസ് റീജിയൻ. ക്യൂൻ വിക്ടോറിയയുടെ ഭരണത്തെയാണ് ഈ ഒരു പീരീഡ് മാർക്ക് ചെയ്യുന്നുള്ളത്. വാസ് എ പീരീഡ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ലിറ്റററി ഔട്ട്പുട്ട്, പെർട്ടിക്കുലർലി ഇൻ ദ നോവൽ. റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ദ സോഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ചേഞ്ചസ് ഓഫ് ദ ടൈം. വിക്ടോറിയൻ ലിറ്ററേച്ചർ എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീം എന്നുള്ളത് തീംസ് ലൈക്ക് ദ ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, ക്ലാസ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഇവോൾവിംഗ് ജെൻഡർ റോൾസ്, ഓഫ്റ്റൺ വിത്ത് എ മോറൽ ഓർ സോഷ്യൽ പേർപ്പസ്. കീ ലിറ്റററി ഫിഗേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ചാൾസ് ഡിക്കൻസ്, ദ ബ്രോണ്ടെ സിസ്റ്റേഴ്സ്, ജോർജ് എലിയറ്റ്, ആൽഫ്രഡ് ടെന്നിസൺ ആൻഡ് റോബർട്ട് ബ്രൗണിംഗ്. ഇനി വിക്ടോറിയൻ ലിറ്ററേച്ചറിലെ കീ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. റൈസ് ഓഫ് ദ നോവൽ. നോവൽ എന്നുള്ളത് ബിക്കം ദ നോമിനൽ ലിറ്റററി ഷോണർ വിത്ത് മെനി പബ്ലിഷ്ഡ് ഇൻ സീരിയൽ ഫോം. ഫോസ്റ്റർ എന്നുള്ളത് എൻഗേജ്ഡ് റീഡർഷിപ്പ്. റിയലിസം ആൻഡ് സോഷ്യൽ കമൻറ്ററി എന്നുള്ളത് വിക്ടോറിയൻ റിയാലിറ്റീസ് ഓഫ് ഡെയിലി ലൈഫ്, ഇൻക്ലൂഡിംഗ് ദ ഹാർഡ്ഷിപ്സ് ഫേസ്ഡ് ബൈ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ and critiqued social issues like poverty, child labor and social inequality. അതുപോലെ തന്നെ മൊറാലിറ്റിയാണ് എംബസൈസ് ചെയ്യുന്നുള്ളത്. വിക്ടോറിയൻ റൈറ്റേഴ്സ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ദർ വർക്ക്സ് ടു പ്രൊമോട്ട് മോറൽ ലെസൺസ്. Exploration of social issues. Themes of industrialization, class struggle and the evolving role of women were central ടു വിക്ടോറിയൻ ലിറ്ററേച്ചർ. വിക്ടോറിയൻ ലിറ്ററേച്ചറിലുള്ള സെൻട്രൽ തീംസാണ് ഇപ്പോൾ പറഞ്ഞത്. ഇൻഡസ്ട്രിയലൈസേഷനും ക്ലാസ് സ്ട്രഗിളും അതുപോലെ തന്നെ ഇവോൾവിംഗ് റോൾ ഓഫ് വുമണൊക്കെ ആ ഒരു വിക്ടോറിയൻ ലിറ്ററേച്ചറിലെ സെൻട്രൽ തീമാണ്. പോയട്രി കണ്ടിന്യൂഡ് ഇമ്പോർട്ടൻസ്. വെൽ ദ നോവൽ വാസ് പ്രോമിനൻറ്റ്, പോയട്രി കണ്ടിന്യൂഡ് ടു ബി എ സിഗ്നിഫിക്കൻറ്റ് ഫോം വിത്ത് പോയറ്റ്സ് എക്സ്പെരിമെൻറ്റിംഗ് വിത്ത് സ്റ്റൈൽസ് ലൈക്ക് ദ ഡ്രാമാറ്റിക് മോണോലോഗ് ആൻഡ് നെറേറ്റീവ് പോയംസ്. നോട്ടബിൾ ലിറ്റററി ഫിഗേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ ചാൾസ് ഡിക്കൻസ്, known for his social novels like Oliver Twist and A Tale of Two Cities. ഈ ഒരു നോവൽ എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീം എന്നുള്ളത് തീംസ് ഓഫ് പോവർട്ടി ആൻഡ് ഇൻജസ്റ്റിസ്. ബ്രോണ്ടെ സിസ്റ്റേഴ്സ് എന്നുള്ളത് എമിലി ബ്രോണ്ടെസ് വുദറിംഗ് ഹൈറ്റ്സ് ആൻഡ് ചാർലറ്റ് ബ്രോണ്ടെസ് ജെയിൻ എയർ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് തീംസ് ഓഫ് ലവ്, സോഷ്യൽ ക്ലാസ് ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിറ്റി. ജോർജ് എലിയറ്റ് ഹെർ നോവൽ സച്ചസ് മിഡിൽ മാർച്ച് എക്സാമിൻഡ് ദ. ഈ ഒരു നോവൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു കോംപ്ലക്സിറ്റീസാണ് എക്സാമിൻ ചെയ്യുന്നുള്ളത്. ആൻഡ് ദ മോറൽ ലാൻഡ്സ്കേപ്പ് ഓഫ് വിക്ടോറിയൻ സൊസൈറ്റി. വിക്ടോറിയൻ സൊസൈറ്റിയുടെ മോറൽ ലാൻഡ്സ്കേപ്പും ഹ്യൂമൻ റിലേഷൻഷിപ്പിൻ്റെ കോംപ്ലക്സിറ്റീസാണ് ഈ ഒരു നോവലിലൂടെ പരിശോധിക്കുന്നുള്ളത്. ആൽഫ്രഡ് ടെന്നിസൺ അറിയപ്പെടുന്നുള്ളത് ഫോർ ഹിസ് ലിറിക്കൽ സ്റ്റൈൽ ആൻഡ് ദ യൂസ് ഓഫ് ഡ്രാമാറ്റിക് മോണോലോഗ്സ് ഇൻ പോയംസ് ലൈക്ക് ദ ചാർജ് ഓഫ് ദ ലൈറ്റ് ബ്രിഗേഡ്. Robert Browning, famous for his dramatic monologues which offered insights into the inner thoughts and motivations of characters. ഇനി ലിറ്ററേച്ചർ വിക്ടോറിയൻ ഇറയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ നോവൽ ബിക്കം എ പവർഫുൾ ടൂൾ ഫോർ സോഷ്യൽ കമാൻഡറി ആൻഡ് ക്രിട്ടിക്. അതുപോലെ തന്നെ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ ഓൺ വാരിയസ് സോഷ്യൽ ഇഷ്യൂസ്. ഈ ഒരു പീരീഡ് എന്നുള്ളത് ദ റൈസ് ഓഫ് റിയലിസം ഇൻ ലിറ്ററേച്ചർ വിത്ത് ഓതേഴ്സ് എയിമിംഗ് ടു ഡെപ്പിക്ട് ലൈഫ് ആക്യുറേറ്റ്ലി ആൻഡ് ഒതൻറ്റിക്കലി. Victorian literature continues to be studied and admired for its exploration of complex human emotions and social issues. Victorian era says significant continuities and influences with the rise of the middle class, the increasing influence of the Industrial Revolution, and the development of new literary and artistic styles, social reforms, technological advancements, അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് റിലീജിയസ് ബിലീഫ്സ് എന്നുള്ളത് ഓൾ പ്ലേഡ് എ റോൾ ഇൻ ഷേപ്പിംഗ് ദ ഇറാസ് കൾച്ചർ ആൻഡ് സൊസൈറ്റി. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പീരീഡിൻ്റെ കൾച്ചറിനെയും സൊസൈറ്റീനെയും ഷേപ്പ് ചെയ്യുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. കണ്ടിന്യൂറ്റീസ്. സോഷ്യൽ ഹൈറാർക്കി. While the middle class gained prominence, the traditional social hierarchy based on gender and class remained a powerful organizing force. Evangelical Protestantism continued to exert a social influence, shaping moral values and social behavior. Family values. Import of the family unit and the separation of domestic and public spheres remained central. ഇൻഫ്ലുവൻസസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ പെട്ടെന്നായിരുന്നു ബ്രിട്ടനിൽ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ത് ചെയ്തിരുന്നത്, വളർന്നിരുന്നത്. ട്രാൻസ്ഫോംഡ് സൊസൈറ്റി ക്രിയേറ്റിംഗ് ന്യൂ അർബൻ സെൻറ്റേഴ്സ്, ടെക്നോളജീസ് ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ്.
മിഡിൽ ക്ലാസ് എന്നുള്ളത് ബിക്കം എ മേജർ കൾച്ചറൽ ഫോഴ്സ് ഇൻഫ്ലുവൻസിങ് വാല്യൂസ് ലൈഫ് സ്റ്റൈൽസ് ആൻഡ് ആർട്ടിസ്റ്റിക് ടേസ്റ്റേഴ്സ് സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്സ് ഡാർവിൻസ് തിയറി ഓഫ് ഇവല്യൂഷൻ ആൻഡ് അതർ സയൻറ്റിഫിക് ഡിസ്കവറീസ് എന്ത് ചെയ്യുന്നുണ്ട് നയിക്കുന്നത് ടു ഡിബേറ്റ്സ് അബൌട്ട് ദ നാച്ചർ ഓഫ് ദ വേൾഡ് ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് റിലീജിയൻ. ഇനി ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ റെയിൽ റോഡ്സ്, സ്റ്റീം പ്രിൻറ്റിങ്, അതുപോലെ തന്നെ മറ്റുള്ള ടെക്നോളജീസ് എന്ത് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലിറ്ററേച്ചർ ആൻഡ് ദ റൈസ് ഓഫ് ന്യൂ ലിറ്റററി ഷോണേഴ്സൊക്കെ അതിൻ്റെയൊക്കെ ഫെസിലിറ്റീസ് നൽകുന്നുണ്ട് ഈ ഒരു ടെക്നോളജീസൊക്കെ. ഇനി സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് അഡ്രസ്സ് ചെയ്യുന്നുള്ളത് ഇഷ്യൂസ് ലൈക്ക് പോവർട്ടി, ചൈൽഡ് ലേബർ ആൻഡ് ദ റൈറ്റ്സ് ഓഫ് വുമൺ. റൈസ് ഓഫ് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട് ഗെയിൻഡ് മൊമെൻറ്റം. അതുപോലെ തന്നെ ഈ ഒരു ഫെമിനിസം എന്നുള്ളത് വാദിക്കുന്നുള്ളത് ഫോർ വുമൺസ് റൈറ്റ്സ് ആൻഡ് ചലഞ്ചിങ് ട്രഡീഷണൽ ജെൻഡർ റോൾസിനെ വെല്ലുവിളിക്കുന്നുണ്ട് ഈ ഒരു ഫെമിനിസം എന്നുള്ളത്, ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ വുമൺ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് വാദിക്കുന്നുള്ളത്. ഇനി ന്യൂ ലിറ്റററി ഷോണേഴ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ നോവൽ ബിക്കം എ ഡോമിനൻ്റ് ഫോം ഓഫ് ലിറ്ററേച്ചർ. നോവൽ എന്താണ് ലിറ്ററേച്ചറിൽ ഒരു ഡോമിനൻ്റ് ഫോമാണ് നോവൽ എന്നുള്ളത്. അതുപോലെ തന്നെ നോവലിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് റാപ്പിഡ് സോഷ്യൽ ചേഞ്ചസ്, പെട്ടെന്നുള്ള സോഷ്യൽ ചേഞ്ചസ് ആണ് നോവലിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഡിവേഴ്സ് എക്സ്പീരിയൻസ് ഓഫ് ദ ഇറ, ആ ഒരു ഇറയിലുണ്ടായിട്ടുള്ള വ്യത്യസ്തതരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ് ആ ഒരു നോവലിൽ റിഫ്ലക്റ്റ്. ഈ ഒരു ടോപ്പിക്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.